ഹായ് എവരി വൺ, 2026 JEE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഞാനൊരു ചാപ്റ്റർ പഠിച്ചു പക്ഷേ അത് 100% പെർഫെക്റ്റ് ആണെന്നൊരു ഫീലിംഗ് ഇല്ല. പക്ഷേ ശ്രദ്ധിക്കാത്തപ്പോൾ നിങ്ങൾ 90% പെർഫെക്റ്റ് ആണെങ്കിൽ പോലും 90% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 100% പെർഫെക്റ്റ് ആയാലേ എക്സാമിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഓരോ ചാപ്റ്ററിലും ഏറ്റവും വെയിറ്റേജ് കൂടിയ ടോപ്പിക്കുകൾ നമുക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോഴാണ് നമുക്ക് മാക്സിമം സ്കോർ എൻഷുർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട എന്ന് വെച്ചാൽ 100% നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബേസിക് കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻ്റെ കോൺസെപ്റ്റ്, അതുപോലെ പെർസെൻറ്റേജ് പ്യൂരിറ്റി. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ എന്തായാലും നിങ്ങൾ എൻഷുർ ചെയ്യുക പഠിക്കുന്നുണ്ടെന്ന്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ബോർ മോഡലിനകത്തുള്ള ഇക്വേഷൻസ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ കോൺസെപ്റ്റുകൾ ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ 100% ഗ്യാരണ്ടീഡ് ആണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് ഒരു ചോദ്യം വരും. ചിലപ്പോൾ അത് പീരിയോഡിക് ടേബിളുമായിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ആയിട്ടൊക്കെ കണക്ട് ആയിട്ടായിരിക്കും വരിക. പക്ഷേ എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കും. കമ്മിങ് ടു ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ. അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ ഇക്വേഷൻസ് ഉണ്ട് അവിടെ. pH കാൽക്കുലേഷൻ്റെ ഒക്കെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഏറ്റവും നല്ല കാര്യം pH കാൽക്കുലേഷൻ്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാം. ദെൻ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പറയാം സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ടോപ്പിക്കുകളൊന്ന് എഫക്റ്റീവായിട്ട് പഠിച്ചിരിക്കുക. തെർമോഡൈനാമിക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ബേസിക് ഫോമുലകളെല്ലാം അറിയാം. തെർമോ കെമിസ്ട്രി ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുക, കാരണം തെർമോ കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഈ വർഷം കൂടുതലായിരിക്കും. ഇനി നമുക്ക് 12th സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ്, ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അറീനിയസ് ഇക്വേഷൻ, അതുപോലെ ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ ഇക്വേഷൻ അലോങ് വിത്ത് ഹാഫ് ലൈഫ്. ഇതിൽ നിന്നായിരിക്കും ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സൊല്യൂഷൻസ് ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റൗൾസ് ലോ, അതുപോലെ തന്നെ NCERTയിലുള്ള എക്സാമ്പിൾസ് പ്രോപ്പറായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ് വന്നത്. ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ മിനിമം ബോയിലിംഗ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകൾ, ഇതിൻ്റെയൊക്കെ NCERT എക്സാമ്പിളുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് വരാം. ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് നേൺസ്റ്റ് ഇക്വേഷനാണ്. നേൺസ്റ്റ് ഇക്വേഷനും അതിനോടനുബന്ധിച്ച് ഡെൽറ്റ ജി കാൽക്കുലേഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേഷൻ, ഇതെല്ലാം അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഫാരഡേസ് ലോ, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഉണ്ട്. ഈസിയുള്ള ടോപ്പിക്കാണ്. അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഫാരഡേസ് ലോ എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഫൈനലി ഇലക്ട്രോ കെമിസ്ട്രിയിൽ കണ്ടക്ടിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, ഈ ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾ എന്തായാലും ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകൾ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏറെക്കുറെ ആ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നമുക്കിനി ഓർഗാനിക്കലിയും ഇനോർഗാനിക്കലിയും ഒക്കെ ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.